നിസ്സാരമായി കരുതിയ വെറ്റില ഇനി നിസ്സാരനല്ല. വെറ്റിലയിൽ നിന്ന് ഓയിൽ നിർമ്മിക്കാൻ എറണാകുളത്തെ ഓയിൽ ലീഫ് എക്സ്ട്രാക്ട് കമ്പനിയുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് തിരൂർ വെറ്റില ഉൽപാദക സംഘം. സ്വന്തമായി പ്ലാന്റ് സ്ഥാപിക്കാൻ 1.5 കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്ന വിലയിരുത്തലിലാണ് ഇലകളിൽ നിന്ന് ഓയിൽ നിർമ്മിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടത്. വെറ്റില ഓയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ചു നൽകാമെന്ന് കമ്പനി അറിയിച്ചതായി ഉൽപാദക സംഘം പറഞ്ഞു. തേർഡ് ക്വാളിറ്റി വെറ്റില ഇലകൾ ഉപയോഗിച്ചും ഓയിൽ നിർമ്മിക്കാനാകും. നിലവിൽ ഫസ്റ്റ്, സെക്കൻഡ് ക്വാളിറ്റി ഇലകൾ വിപണിയിൽ എത്തിക്കുമ്പോൾ തേർഡ് ക്വാളിറ്റി ഇലകൾ കർഷകർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മാസം 10 കിൻഡലിലധികം തേർഡ് ക്വാളിറ്റി ഇലകൾ ഉണ്ടാവാറുണ്ട്. കൂടിയ തോതിൽ ഓയിൽ വാങ്ങിക്കാനുള്ള ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വെറ്റില ഉൽപാദക സംഘം. 2020 ഓഗസ്റ്റിൽ തിരൂർ വെറ്റിലയ്ക്ക് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ഭൗമസൂചിക പദവി ലഭിച്ചെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് കടക്കാത്തതിനാൽ കർഷകർക്ക് വേണ്ടത്ര പ്രയോജനമില്ല. ഓയിൽ, മരുന്ന്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ടൂത്ത് പേസ്റ്റ്, മൗത്ത് ഫ്രഷ്, ചൂയിംഗം, മുറിവെണ്ണ എന്നിങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുണ്ട്. 100 മില്ലി വെറ്റില ഓയിലിന് ഓൺലൈൻ സൈറ്റുകളിൽ 4000 രൂപ നൽകണം. തീർത്തും ശുദ്ധമായ ഓയിൽ ഈ വിലയ്ക്ക് കിട്ടില്ല. വെറ്റില ഓയിൽ കലർന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും വലിയ വിലയാണ്. വെറ്റിലയിൽ ആന്റി മൈക്രോബിയൻ, ആന്റി ഓക്സിഡന്റുകളുടെ വലിയ സാന്നിധ്യമുണ്ട്. ഭൗമസൂചിക പദവിക്ക് പിന്നാലെ കൃഷി വകുപ്പിന്റെയും വെറ്റില ഉൽപാദക സംഘത്തിന്റെയും പരിശ്രമങ്ങൾ തിരൂർ വെറ്റിലയ്ക്ക് ഉണർവേകുന്നുണ്ട്. 27 പഞ്ചായത്തുകളിലായി 2500ഓളം കർഷകരുണ്ട്. 220 ഏക്കറിൽ കൃഷിയുണ്ട്. ഇടവിള കൃഷിയാണ് കൂടുതലും. ഡൽഹിയിലേക്ക് ദിനംപ്രതി 1000 കെട്ട് വെറ്റില കയറ്റി അയക്കുന്നുണ്ട്. ഒരു കെട്ടിൽ 100 വെറ്റിലയാണ് ഉണ്ടാവുക. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും തിരൂർ വെറ്റിലയ്ക്ക് ആവശ്യക്കാരുണ്ട്. കേരളത്തിൽ വയനാട്, അട്ടപ്പാടി, വടകര, കൊല്ലം എന്നിവിടങ്ങളിലാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത്. തിരൂർ വെറ്റില ഉൽപാദക സംഘം ഭാരവാഹികൾ ഇതര സംസ്ഥാനങ്ങളിൽ നേരിട്ടെത്തിയാണ് വിപണി കണ്ടെത്തുന്നത്. തിരൂർ വെറ്റിലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സ്വകാര്യ കൺസൾട്ടന്റ് ഏജൻസിക്ക് സർക്കാർ ചുമതല നൽകിയെങ്കിലും വേണ്ടത്ര ഇടപെടലില്ലെന്ന് കർഷകർ ആരോപിക്കുന്നുണ്ട്. കരാർ ജൂലൈ 31 തീരും. നബാർഡിന്റെ സഹായത്തോടെ ലേബർ ബാങ്ക് രൂപീകരണം പുരോഗമിക്കുന്നുണ്ട്. ചെറിയമുണ്ടം, വളവന്നൂർ ഗ്രാമപഞ്ചായത്തുകളിലായി 15 തൊഴിലാളികൾ ഉൾപ്പെടുന്ന സംഘം രൂപീകരിച്ചിട്ടുണ്ട്. വെറ്റിലയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുമുണ്ട്. കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പിക്കാനും തിരൂർ വെറ്റിലയുടെ അഭിവൃദ്ധിക്കും ഇത് സഹായകമാകുമെന്ന് നോഡൽ കൃഷി ഓഫീസർ പറയുന്നു. വെറ്റിലയിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതാക്കുന്നു. pH ലെവൽ സാധാരണ നിലയിലാക്കി ഉദര പ്രശ്നങ്ങൾ പരിഹരിക്കും. ദിവസവും വെറും വയറ്റിൽ വെറ്റില നീര് കുടിക്കുന്നത് മലബന്ധം അകറ്റും. കുറച്ച് വെള്ളം ചേർത്ത് വെറ്റില ചതയ്ക്കണം. ഈ വെള്ളം ഒരു രാത്രി വെക്കുക. പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. വെറ്റില ദഹനത്തിന് സഹായകമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.